കരുവന്നൂർ കമാൻഡ് മുഖത്ത് ഹെർബർട്ട് കനാലിന് കുറുകെ ഷട്ടർ നിർമ്മാണത്തിനിടെ ആനക്കടവ് പാലത്തിന്റെ അടിത്തറ തകർന്നു. പാലത്തിന്റെ തകർച്ചയ്ക്കെതിരെ പ്രതിഷേധം ശക്തമായി. കഴിഞ്ഞ ദിവസമാണ് ഷട്ടർ നിർമ്മാണത്തിനായി കുഴിയെടുക്കുന്നതിനിടെ ആനക്കടവ് പാലം തകരാറിലായത്. പലക വെച്ച വെള്ളം നിയന്ത്രിക്കാൻ കനാലിൽ കല്ലും കോൺക്രീറ്റും ഉപയോഗിച്ച് മുൻപ് നിർമ്മിച്ച സ്ലൂയിസ് 2024 ജൂലൈ 31 തകർന്നിരുന്നു. 5 അടി വീതിയുണ്ടായിരുന്ന കോൺക്രീറ്റ് സ്ലൂയിസ് വഴിയാണ് ഇരുകരകളിലേക്കുമായുള്ള സഞ്ചാരമാർഗം. തകർന്ന ഭാഗം നാട്ടുകാർ പണം കയ്യിൽ നിന്നെടുത്ത് 9 അടി വീതിയിൽ പുതുക്കി പണിതു. പിന്നീട് പുഴവെള്ളം നിയന്ത്രിക്കാൻ 10 ലക്ഷം രൂപ മുടക്കി താൽക്കാലിക തടയണ നിർമ്മിച്ചതും തകർന്നു. ഇതേ തുടർന്നാണ് 46 ലക്ഷം രൂപ ചെലവഴിച്ച് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പോളിമർ ഷട്ടർ നിർമ്മിക്കാൻ തീരുമാനമായത്. പഴക്കമുള്ള സ്ലൂയിസ് ഉപയോഗപ്പെടുത്തിയാണ് പുതിയ ഷട്ടർ നിർമ്മിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ആനക്കടവ് പാലത്തിനോട് ചേർന്ന തടയണ താൽക്കാലികമായി കെട്ടിയാണ് പണി തുടങ്ങിയത്. ഷട്ടർ പുഴമുഖത്ത് പണിയണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പഴക്കമുള്ള പാലത്തിനോട് ചേർന്ന് ഷട്ടർ പണിയുന്നത് അശാസ്ത്രീയമാണെന്ന് ജില്ലാ കോൾ കർഷക സംഘം ജില്ലാ സെക്രട്ടറി കെ കൊച്ചുമുഹമ്മദ് പറഞ്ഞു. ഇക്കാര്യം 2 മാസം മുൻപ് സബ് കളക്ടർ പങ്കെടുത്ത കർഷകരുടെ വിശകലന യോഗത്തിൽ അറിയിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ജനപ്രതിനിധികളും കർഷകരും നാട്ടുകാരും അറിയാതെ ഒഴുക്കിന്റെ ശാസ്ത്രീയ പരിശോധന നടത്താതെ ഉദ്യോഗസ്ഥരാണ് സ്ഥലം നിശ്ചയിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു. അതേസമയം ഷട്ടർ നിർമ്മാണം അശാസ്ത്രീയമാണെന്ന ആക്ഷേപവുമായി BJP ചിറക്കൽ മേഖലാ കമ്മിറ്റി സമരവുമായി രംഗത്തെത്തി. ചെറു കനാലിൽ നിന്ന് ആനപ്പാലം വരെ പ്രകടനം നടത്തി. തടയണ തകർന്നപ്പോൾ സ്ഥലം സന്ദർശിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഷട്ടർ നിർമ്മിക്കാൻ ആവശ്യമായ പണം നൽകാമെന്ന് അറിയിച്ചിരുന്നു. അത് ഉപയോഗപ്പെടുത്താതെ 2 സ്ഥലങ്ങളിൽ 46 ലക്ഷം ചിലവഴിച്ച് ഷട്ടർ പണിയുന്നത് പ്രഹസനമാണെന്ന് BJP ചിറക്കൽ മേഖലാ പ്രസിഡന്റ് നിതീഷ് പൊറ്റേക്കാട്ട് പറഞ്ഞു. BJP തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റി അംഗം ദിനേശ് കണ്ണോളി, ചേർപ്പ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷാജി കളരിക്കൽ, ട്രഷറർ ബിന്ധ്യ കണ്ണൻ, മേഖലാ ജനറൽ സെക്രട്ടറി രജിത് രാജൻ ഇയാനി എന്നിവർ സംസാരിച്ചു. ഷട്ടർ നിർമ്മാണം പുഴമുഖത്ത് നിർമ്മിച്ചില്ലെങ്കിൽ തടയുമെന്നും സമരക്കാർ മുന്നറിയിപ്പ് നൽകി. അതിനുശേഷം മുകളിൽ ചെമ്മണ്ണിട്ടപ്പോൾ പലവട്ടം ചെമ്മണ്ണിടേണ്ടി വന്നു. അത് നിൽക്കുന്നില്ല. ഇപ്പോഴും നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം, അത് പൊളിഞ്ഞ അവസ്ഥയിലാണ് നിൽക്കുന്നത്. വെള്ളം ആ സൈഡിൽ നിന്ന് അപ്പുറത്തുനിന്ന് വരും. ഇല്ലിക്കൽ ഭാഗത്ത് നിന്ന് വെള്ളം വരുമ്പോൾ അത് പ്രഷർ കൂടി അനുസരിച്ചിട്ട് അത് ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള സാഹചര്യം ഉണ്ട്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ മൊത്തം ഇപ്പോഴത്തെ ഈ പാലടക്കം പോകും. ഈ പാലത്തിന്റെ സ്ഥിതി എന്ന് പറയുന്നത്, ഈ പാലത്തിന്റെ തൊട്ടിപ്പുറത്ത് മണ്ണെടുത്തിട്ടാണ് ഇവർ ഷട്ടർ സ്ഥാപിക്കാൻ വേണ്ടി നോക്കിയത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് പാലത്തിന്റെ അടിത്തറ ഇളകിയിരിക്കുകയാണ്. 2 ഭാഗത്തുനിന്നും കല്ല് ഇളകിയിട്ടിരിക്കുകയാണ്. കാരണം ഓൾറെഡി ഇതിന് ബലമില്ലാത്ത ഒരു ചീപ്പാണിത്, ഒരു നടപ്പാലവും മറ്റു കാര്യങ്ങളല്ല. അവിടെയാണ് ഒരു FRP ഷട്ടർ സ്ഥാപിക്കാൻ വേണ്ടി നോക്കുന്നത്. നമുക്ക് MP നൽകിയിട്ടുള്ള, ഇവിടുത്തെ സ്ഥലത്തെ MP, ജനങ്ങൾ ജയിപ്പിച്ച MP നൽകിയിട്ടുള്ള വാഗ്ദാനം എന്ന് പറയുന്നത്, അവിടെ നമുക്കൊരു സ്ലൂയിസ് ബ്രിഡ്ജ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് 50 ലക്ഷം രൂപ ഒരാൾ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ട് അത് സമ്മതിക്കുന്നില്ല.